ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1972. ഇന്ന് മെയ് മാസം 25-ാം തീയതി 145-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. പതിവ് പോലെ നമ്മൾ പുലരിയിൽ ഒരുങ്ങുന്നുണ്ട്. അത് പുറമെ മാത്രമാണ് എന്നൊരു പോരായ്മയും അപാകതയും ഉണ്ടെങ്കിലും നമ്മളൊന്ന് ഒരുങ്ങി ഇറങ്ങുന്നുണ്ട്. ദേവാലയത്തിലേക്കാണ്. ശ്രേഷ്ഠമായ പവിത്രമായ ആരാധനയുടെ ഭാഗമാകാൻ വേണ്ടിയാണ്. ഈ യാത്ര നമ്മൾ ദൈവത്തിങ്കിലേക്ക് കൂടി ഒന്ന് നീട്ടിയെടുക്കണ്ടേ? ദേവാലയത്തിൽ മാത്രം നമ്മൾ ഈ യാത്ര പതിവായി അവസാനിപ്പിക്കാറുള്ളത്. അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ എന്താണ് വളരുകയും മുതിരുകയും ഒക്കെ ചെയ്യുക. കുറെ കൂടി ദൈവാനുഭവവും ദൈവിക കർമ്മങ്ങളുമൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകണ്ടേ? അവ ഞാനായി മാറുകയും ഞാൻ അവയായി മാറുകയും ഒക്കെ വേണ്ടേ? പറയുമ്പോൾ നമ്മൾ ക്രിസ്തു വഴികളിൽ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ഏറ്റവും നല്ല അനുയായിയുമാണ്. അതുകൊണ്ടാണല്ലോ ഞായർ ദിവസം നമ്മൾ ഇത്രത്തോളം ആക്റ്റീവായി മാറുന്നത്. അതിനപ്പുറത്ത് എൻ്റെ ജീവിതത്തിലെ ബാക്കി ദിനങ്ങൾ, നേരങ്ങൾ, സമയങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കൂടി ഒന്ന് വിലയിരുത്താനായിട്ട് ഈ ആരാധനയുടെ നല്ല നേരത്തും പുലരിയിലും ഓരോരുത്തർക്കും സാധിക്കേണ്ടതാണ്. ക്രിസ്തുയേശു ഇങ്ങനെ ആവർത്തിച്ച് ആ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. കപട ഭക്തിക്കാരെയാണ്. ഭക്തി പോലും അതിനകത്തൊരു സത്യസന്ധതയും നീതിബോധവും പുലർത്തിയേ മതിയാവൂ എന്ന് ക്രിസ്തുയേശു നിർബന്ധം പിടിച്ചിട്ടുമുണ്ട്. കപടഭക്തിക്കാരെന്നുള്ള വിളികൾ എനിക്കും കേൾക്കേണ്ടി വരുമോ? എൻ്റെ ഭക്തിയും ഒന്നുകൂടി ഒന്ന് ശോധന ചെയ്യാനും ശുദ്ധീകരിച്ചെടുക്കാനും ഞാൻ എപ്പോഴെങ്കിലും മെനക്കെട്ടിട്ടുണ്ടോ? ഞായർ ദിനം അതിനു വേണ്ടിയിട്ടുള്ളത് കൂടിയാണ്. കുറെ കൂടി അവനവനെ തന്നെ സ്വയം മെച്ചപ്പെടാനും മെച്ചപ്പെടുത്താനും. അതിങ്ങനെ ഞായറാഴ്ച ദിവസം എടുത്തണിയേണ്ട നല്ല ഉടയാടകളോ ആഭരണങ്ങളോ മാത്രമായി എങ്ങനെയോ മാറിപ്പോയിട്ടുണ്ട്. അതൊരു അധപ്പതിച്ച അവസ്ഥയാണ്. ഈ ആത്മീയത, ഒരു യേശുബോധം എന്നൊക്കെ പറയുന്നത് ഞായറാഴ്ച രാവിലെ എടുത്ത് അണിഞ്ഞ് അല്പമണിക്കൂറുകൾ കഴിയുമ്പോൾ അഴിച്ച് ഭദ്രമാക്കി അടുത്ത ആഴ്ചത്തിന് മാറ്റിവെക്കേണ്ടതാണ്. അവ വിട്ട് കുറെ കൂടി നമ്മളൊന്ന് നേരായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യനാവണ്ടേ? കപടഭക്തിക്കാരെന്നുള്ള ആ വിളിയുടെ ഒരു എതിർവശമില്ലേ? ക്രിസ്തുയേശു അതും അങ്ങനെയുള്ള മനുഷ്യരെ കാണിച്ചു തരുന്നുണ്ട്. കപടതയില്ലാത്ത സാക്ഷാൽ ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് ചിലരെ. കുറെ കൂടി ഒരു താല്പര്യവും ജാഗ്രതയും ബോധവുമൊക്കെ നമുക്ക് യേശുബന്ധത്തിൽ പുലർത്തുകയും നിലനിർത്തുകയും ചെയ്യാം. ആമേൻ.